சௌக்கியமா? நீ இங்கே? நான் இங்கதான் இருக்கேன். நீ ஓ, குழந்தை? இது காஞ்சனா பாட்டி. காஞ்சனா, அப்புறமா வரேன். ம். காஞ்சனா, காஞ்சனா, காஞ்சனா. ദേവമോളെ, சாப்பிடு சாப்பிடு. பாட்டி செஞ்சது தான். எப்படி? நல்லா இருக்கா? இஷ்டா ஹே? அப்பா பாயசம் வேணுமா? വേണ്ടമ്മാ. എന്റെ ഗൗരി ജീവിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇതുപോലൊരു പേരക്കുട്ടിയെ കണ്ടത്. അതിനെന്താ, ഇവളുണ്ടല്ലോ ഇല്ലേ? ചിലപ്പോഴൊക്കെ ചിലത് പകരം വയ്ക്കാൻ ഭഗവാൻ കൊണ്ടുവന്ന് തരാറുണ്ട്. അപ്പറഞ്ഞതിൽ സത്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കൽപ്പാത്തിയിൽ ഞാൻ വീണ്ടും തിരിച്ചു വന്നത്. കാശിയിൽ പാതി കൽപ്പാത്തി കണ്ടുമുട്ടണമെന്നുള്ളത് വിധി. ചായ. അതെ, കഴിഞ്ഞ വർഷത്തെ തേരോട്ടത്തിന്റെ കണക്കിൽ എനിക്ക് ചെറിയ സംശയമുണ്ട്. ഒരു ചായ പൊതുയോഗം കൂടി കണക്കൊക്കെ വെച്ചതല്ലേ, അത് അപ്പോഴല്ലേ പറയേണ്ടത്? എല്ലാം നമുക്കറിയണം. ഒരു ചായ അറിഞ്ഞോ? കണക്കൊക്കെ കൃത്യം. അല്ല പിന്നെ എന്ത് ഉത്സാഹം! ഈ ഉത്സാഹം ചെയ്യുന്ന പണിയിൽ കൂടെ കാണിച്ചിരുന്നെങ്കിൽ ആ വക്കീലിന് 4-5 കേസും കൂടെ കിട്ടിയേനെ. ദേവമ്മാളിന്റെ വീട്ടിലൊരു മരപ്പെട്ടി കറങ്ങി നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ഒരു നാൾ അവന്റെ തലമണ്ട ഞാൻ അടിച്ചു പൊളിച്ചു. സ്വാമി, എന്താ മോളെ ഒരാലോചന? കൽപ്പാത്തിയിലിരുന്ന് കാശി വരേക്കും എവ്വളോ ദൂരം വരും? ரொம்ப ദൂരമാ. അമ്മാളൊന്ന് അറിഞ്ഞു മനസ്സ് വെച്ചാ കാശിയിലേക്ക് ഒരു ചുവട് മാത്രം. ജന്മാന്തരങ്ങൾക്കപ്പുറമുള്ള കർമ്മദോഷങ്ങളുടെ പോലും പാപഭാരമകറ്റുന്ന പുണ്യഭൂമിയാണ് കാശി. ഗംഗയൊന്ന് തൊട്ടറിയാൻ നമ്മളെ തയ്യാറാക്കാം. വരൂ, ദൂരമേറെയില്ല. വാങ്ങോ.
ആ ശർമ്മേ, ആ ഗുമസ്തൻ, ആളൊരു ത്വരപ്പനാ. എന്താണ് അവൻ അങ്ങനെ പറഞ്ഞത്? കിളവിയാണെങ്കിൽ ചാവുന്നുമില്ല. ചത്തിട്ട് ഈ വീട് സ്ഥലവും ആ തുണ്ടത്തിൽ സ്വാമിക്ക് കൊടുത്തിട്ട് 4 ചക്രം ഉണ്ടാക്കാന്ന് വെച്ചാ അത് നടക്കൂല. ആ പൂതിന് വേണ്ടെന്നാ തോന്നുന്നത്. അതെന്താ? അതെ, അപ്പുറത്ത് പട്ടർ വന്നതിന് ശേഷം കിളവിക്ക് ആകെ മാറ്റാം. കളിയും ചിരിയും ഒക്കെയാ. പറഞ്ഞതുപോലെ കനകാഭിഷേകം വരും പോകുന്ന എനിക്ക് തോന്നുന്നു. എന്റെ പേടിയാ തെളുങ്കത്തി കൊച്ചി എല്ലാം അടിച്ചോണ്ട് പോവുന്നാ. ആ വെള്ളപ്പാറ്റ ഞാനും കണ്ടിരുന്നു. എന്തോ അബദ്ധത്തിലൊന്ന് ചോദിച്ചതാ. പച്ചയ്ക്ക് തെറി പറയുന്ന പോലെ എനിക്ക് തോന്നിയത്. 1, 2 അല്ല, 15 കൊല്ലം ഈ കിടപ്പ് തുടങ്ങിയിട്ട്. കവലപ്പെടാതെ ചെല്ലാം. ഈ കിളവിക്ക് പാഷാണം വല്ലതും ഞാൻ കലക്കി കൊടുക്കും. എനിക്ക് ഉറക്കം വരുന്നുണ്ട്. അയ്യോ, നേരം വെളുത്തു. പോ നോക്ക്. പോ കണ്ണാ. കഥ കടച്ചേക്ക്. ക്ഷമിക്കണം. ഞാൻ പോന്നു. കഥവ് സാത്തിട്ട് പോവാ. കൽപ്പാത്തി രഥോത്സവത്തിന് ഇനി കൃത്യമായി പറഞ്ഞ 7 നാൾ കൂടിയുള്ളൂ. പുരിയിലെ തേരോട്ടം ആഷാഢമാസത്തിലെ